നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കായിക ലോകത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറിസ് അവാർഡിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ലോറിസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് കാറ്റഗറിയിൽ ഫുട്ബോളിൽ നിന്ന് ലയണൽ മെസ്സിയും ഏർലിംഗ് ഹാലൻഡും ഇടം പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് അവാർഡ് കാറ്റഗറിയിലും ചില ഫുട്ബോൾ ടീമുകളും താരങ്ങളും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ലോറിസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ട് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ടെന്നീസിൽ നിന്ന് സെർബിയൻ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച് ഉണ്ട്. അതുപോലെ അത്ലറ്റിക്സിൽ നിന്ന് സ്വീഡിഷ് താരമായിട്ടുള്ള മോണ്ടോ ഡുപ്ലാന്റിസ് ഉണ്ട്. പിന്നെ നോർവേജിയൻ ഫുട്ബോൾ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡ്, അത്ലറ്റിക്സിൽ നിന്ന് USA താരമായിട്ടുള്ള നോഹ് ലൈലസ്, പിന്നെ ഫുട്ബോൾ ഇതിഹാസം ലിയോ മെസ്സി, അതോടൊപ്പം തന്നെ മോട്ടോർ റേസിംഗിൽ നിന്ന് നെതർലൻഡ്സിൻ്റെ താരമായിട്ടുള്ള മാക്സ് വെർസ്റ്റപ്പൻ. ഇവരാണ് ഇപ്പോൾ ലോറിസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോറിസ് വേൾഡ് സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ അവാർഡിനായിട്ട് ഇപ്പോൾ സ്പാനിഷ് താരം ഐതാന ബൊൻമാറ്റി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോറിസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ അവാർഡിനായിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റിൽ മാഞ്ചസ്റ്റർ സിറ്റീസ് മെൻസ് ഫുട്ബോൾ ടീം ഇടം പിടിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ഫുട്ബോളിന് നോമിനേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ഈ ഒരു അവാർഡ് ദാനം കൊടുക്കുന്നത് ഏപ്രിൽ 22-നാണ്. മാഡ്രിഡിൽ വെച്ചിട്ടായിരിക്കും സമ്മാനദാനം എന്നുകൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ലോറിസ് അവാർഡിൻ്റെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലയണൽ മെസ്സി എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം അവരുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. മെസ്സി ഒരിക്കൽ കൂടി ലോറിസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം മികച്ച പ്രകടനമാണ് പോയ വർഷം നടത്തിയിട്ടുള്ളത്. 8th ബാലൺ ഡിയോർ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ഇന്റർ മയാമിയെ ലീഗ്സ് കപ്പിൽ കിരീടം ചൂടിക്കാൻ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ 44ാമത്തെ ട്രോഫിയായിരുന്നു. അതൊരു റെക്കോർഡാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ലിയോ മെസ്സിയെ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് വിശദീകരിച്ച് ലോറിസ് അവാർഡിൻ്റെ അധികൃതർ കൊടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.